നാമത്തിൽ പ്രിയക ദൈവമേ പ്രദാനം ചെയ്യുന്നതിന് പരിശുദ്ധ കന്യകാമറിയത്തെ തെരഞ്ഞെടുത്ത് ജന്മം നൽകിയപ്പോൾ ഞങ്ങളെ ഓരോരുത്തരെയുമാണ് അന്ന് മനസ്സിലാക്കേണ്ടത്. നാദാമറിയം തന്നെയാണ് കാനായിലെ കല്യാണ കുറവുകൾ വന്നത്. ആ കുറവുകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതെല്ലാം നിറവുകളാക്കി മാറ്റിയത്. ഞങ്ങളിപ്പോൾ ഇവിടെ നേർച്ചയായി നൽകുവാൻ ആഗ്രഹിക്കുന്ന ഭക്ഷണപദാർത്ഥങ്ങൾ ഇതാ ഞങ്ങളുടെ പാത്രനിശ്ചയത്തിലൂടെയാണ്. പരിശുദ്ധമ്മയുടെ പ്രത്യേക മാധ്യസ്ഥം ഞങ്ങളുടെ നേരിലുണ്ടാകട്ടെ. പാചകം ചെയ്യുന്നവർക്ക് ആവശ്യമായിട്ടുള്ള ജ്ഞാനവും സംരക്ഷണവും കൊണ്ട് നൽകരുത്. ഈ ഭക്ഷണ പദാർത്ഥങ്ങൾ എത്തിക്കഴിയുമ്പോൾ അത് ഭക്ഷിക്കുന്നവർക്ക് ആത്മീയവും ശാരീരികമായിട്ടുള്ള സൗഖ്യം, ആരോഗ്യം ദാനം ചെയ്യണത്. ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും, ഭക്ഷണം ഒരുക്കുന്ന എല്ലാവർക്കും അവരുടെ പ്രത്യേക അനുഗ്രഹവും നിത്യം പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നയിക്കും. പ്രസിഡന്റിനായി പഠിപ്പിക്കാം. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. പരിശുദ്ധ മറിയമേ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി.
ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ നന്മ നിറഞ്ഞ മറിയേ കർത്താവ് അങ്ങയുടെ കൂടെ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോയെ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ. നാലാം ദൈവരഹസ്യം പരിശുദ്ധ അമ്മ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോയെ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ. നമ്മുടെ പ്രദക്ഷിണം കുരട്ടോയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. പ്രദക്ഷിണ സമാപനത്തിൽ അഭിമന്യ പിതാവ് നമുക്ക് ആശീർവാദം നൽകും. അതിനെ തുടർന്ന് ചെറിയ ഒരു കർത്താവ് അനുഗ്രഹിക്കണമേ. മിശിഹായുടെ പ്രാർത്ഥന കേൾക്കണമേ. മിശിഹായുടെ പ്രാർത്ഥന ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഏകദൈവമായ പരിശുദ്ധത്വമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവപുത്രന്റെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കനികൾക്ക് മകുടമായ നിർമ്മല കന്യകേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മിശിഹായുടെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സാധവരത്തിന്റെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. എത്രയും നിർമ്മലയായ അങ്ങയുടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ മേൽ തിരിക്കണമേ. ഞങ്ങളുടെ ഈ പ്രവാസത്തിന് ശേഷം അങ്ങയുടെ ഉദരത്തിന്റെ അനുഗ്രഹീതമായ ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. കരുണയും വാത്സല്യവും മധുരവും നിറഞ്ഞ കന്യകാമറിയമേ ആമേൻ. ഈശ്വരയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവ്വേശ്വര അമ്മയുടെ മാധ്യസ്ഥം വഴിയായിട്ട് നല്ലവനായ ദൈവത്തിന് നമുക്ക് സമർപ്പിച്ചുകൊണ്ട് മാതാവിൻ്റെ സ്തുതിഗീതം ആലപിക്കാം. പരിശുദ്ധ അമ്മ നമ്മോടൊപ്പമായിരുന്നു കൊണ്ട് നമ്മെ ഈ ആചരിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ. രോഗങ്ങളിൽ നിന്ന് ഭേദപ്പെടുവാൻ, സാമ്പത്തിക പ്രതിസന്ധികളിൽ അലയുമ്പോൾ അമ്മയുടെ ആശ്രയം തേടാൻ, അതുവഴി ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ കിട്ടാൻ, ജീവിതത്തിലെ പ്രതിസന്ധികളും പ്രയാസങ്ങളിലും കുടുംബജീവിതത്തിലെ വേദനകളുമൊക്കെ സമർപ്പിച്ചുകൊണ്ട്
അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് ചൊല്ലിക്കൊണ്ട് നമുക്ക് ഏറ്റുചൊല്ലാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ അപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടുള്ളണമേ. ആമേൻ. ആശീർവാദത്തിന് മുമ്പ് ഒരു വാക്ക്. ഇന്ന് പരിശുദ്ധ അമ്മയുടെ ജന്മത്തിരുന്നാൾ ആചരിക്കുകയാണ്. നമ്മുടെ എല്ലാവരുടെയും അമ്മയുടെ ജന്മത്തിരുന്നാളാണ്. ഈ തിരുനാളിൻ്റെ മംഗളങ്ങൾ എല്ലാവർക്കും സ്നേഹപൂർവ്വം ഞാൻ നേരുകയാണ്. ഇന്നലെ ലിയോ മാർപ്പാപ്പ 2 യുവാക്കളെ വിശുദ്ധരായിട്ട് പ്രഖ്യാപിച്ചതായിട്ട് നിങ്ങൾക്കൊക്കെ അറിയാം. ഒന്ന് കാർലോ അക്യുറ്റീസിനെ, മറ്റൊന്ന് പിയർ ജോർജിയോ ഫിസാത്തിയെ. 2 പേര് യുവാക്കളാണ്. കമ്പ്യൂട്ടർ ഏന്തി ജീൻസും ഇട്ട് ഓടി നടന്നിരുന്ന അക്യുറ്റീസ് അപ്രകാരം ഓടി നടക്കുമ്പോഴും ഹൃദയത്തിൽ നല്ല ദൈവസ്നേഹം അത് നിറഞ്ഞ് മറ്റുള്ളവർക്ക് അത് കൈമാറാനുള്ള തീഷ്ണതയോടുകൂടെ എരിഞ്ഞ് നടക്കുകയായിരുന്നു. എൻ്റെ ഇടയ്ക്കാണ് രക്താർബുദം വിട്ട് 15-ാം വയസ്സിൽ മരിക്കുന്നത്. പിയർ ജോർജിയോ ഫിസാത്തി ആണെന്നെങ്കിൽ ബിടെക്കൊക്കെ കഴിഞ്ഞ് ഒരു കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആയിട്ട് ഇങ്ങനെ പാവപ്പെട്ടവരെ ശുശ്രൂഷ ചെയ്ത് ദരിദ്രർക്ക് സഹായം ചെയ്തു കൊടുത്ത് ആവശ്യം വരുമ്പോൾ തൻ്റെ ഷൂസ്, തൻ്റെ പുറങ്കുപ്പായം ഇതൊക്കെ അഴിച്ചു കൊടുത്തിട്ട് ദരിദ്രരെ സ്നേഹിച്ച ഫിസാത്തി 25-ാം വയസ്സിൽ പോളിയോ ബാധിച്ച് മരിക്കുക. 2 പേരെയും വിശുദ്ധരായിട്ട് പ്രഖ്യാപിച്ചപ്പോൾ പരിശുദ്ധ അമ്മയിൽ വിളങ്ങിയിരുന്ന പുണ്യങ്ങൾ ഓരോരുത്തരായിട്ട് പ്രകടമാക്കുന്ന ആ രംഗമാണ് നാം കണ്ടത്. മകുടോദാഹരണങ്ങളെയാണ് ഇന്നലെ വിശുദ്ധരായിട്ട് പ്രഖ്യാപിച്ചത്. നമുക്കും ദൈവസ്നേഹം ഉള്ളിൽ നിറയണ്ടേ, നല്ല കാരുണ്യത്തോടു കൂടെ പെരുമാറണ്ടേ. തീർച്ചയായിട്ടും അതാണ് അമ്മ എന്ന് നൽകുന്ന സന്ദേശം. എല്ലാവർക്കും തിരുനാളിൻ്റെ മംഗളങ്ങൾ ഞാൻ സ്നേഹപൂർവ്വം നേരുകയാണ്. നമ്മുടെ CLC അംഗങ്ങൾ, CLC എന്ന് പറഞ്ഞൊരു ക്രിസ്ത്യൻ ലൈഫ് കമ്മ്യൂണിറ്റിയാണ്. അതൊരു ജീവിത ശൈലി ഉൾക്കൊള്ളുന്ന സമൂഹമാണ്. അത് നമ്മുടെ കൊച്ചുകുട്ടികളുടെ CLC ഉണ്ട്, യുവാക്കളുടെ CLC ഉണ്ട്, പ്രൊഫഷണലായിട്ടുള്ളവരുടെ CLC ഉണ്ട്. അത് ജീവിതത്തിന് മുഴുവനും ഇങ്ങനെ ഒരു ചൈതന്യമായിട്ട് മാതാവിൻ്റെ ആത്മീയത, മാതാവിൻ്റെ കാരുണ്യം അത് ജീവിതത്തിൽ പ്രകടമാക്കാനായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ കത്തീഡ്രൽ CSC നന്നായിട്ട് ഈ കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നിർവഹിക്കുന്നതിൽ അവരെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. നമ്മുടെ ഡയാലിസിസ്, അതുപോലെ തന്നെ നമ്മുടെ മറ്റിതര പ്രവർത്തനങ്ങൾ, ഇതൊക്കെ വഴിയായിട്ട് CLC കാരുണ്യം കാണിക്കുന്നു. അതുപോലെ തന്നെ മാതാവിൻ്റെ പെരുന്നാൾ, ഇതുപോലെ ജന്മത്തിരുന്നാളൊക്കെ ആഘോഷിച്ച് തങ്ങളുടെ ആത്മീയത പ്രകടമാക്കുന്നു. അത് കൂടുതൽ ശക്തിപ്പെടാൻ നമുക്ക് സാധിക്കട്ടെ എന്നാണ് ഞാൻ നേരുന്നത് ഈ തിരുനാൾ വഴിയായിട്ട്. എല്ലാവർക്കും തിരുനാളിൻ്റെ ഹൃദ്യമായിട്ടുള്ള മംഗളങ്ങൾ നേരെയാണ്. വ്യാഴ്ചൻ്റെ പേരിൽ, കൊച്ചച്ചന്മാരുടെ പേരിൽ, എല്ലാവരുടെ പേരിലും നിങ്ങൾക്ക് ഏവർക്കും കൃത്യമായിട്ട് തിരുനാളിൻ്റെ മംഗളങ്ങൾ നേരുന്നു. നമുക്ക് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ അപേക്ഷിച്ചുകൊണ്ട് എല്ലാവരും തങ്ങളുടെ കയ്യിലുള്ള തിരികളൊക്കെ ഒന്ന് ഉയർത്തിപ്പിടിച്ച്, എന്നിട്ട് ആവേ മരിയെ നമുക്കൊന്ന് നന്നായിട്ട് ഉറക്കൊന്ന് പാടി. ഒന്നുകൂടെ നമുക്കൊക്കെ ലഭിക്കാൻ വേണ്ടി ഒന്നുകൂടെ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഒന്നും കൂടെ പാടാം. ആവേ 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 മരിയ, ആവേ 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 മരിയ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ സഹായവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബങ്ങളോടും നിങ്ങളുടെ വ്യക്തി ജീവിതങ്ങളോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഈശോ മിശിഹായ്ക്ക് എപ്പോഴും
നമ്മുടെ ഈ ജന്മദിനക്കേക്ക് നമുക്ക് വേണ്ടി സ്പോൺസർ ചെയ്തിരിക്കുന്നത് അറയ്ക്കൽ ഡോക്ടർബായ സീത മെമ്മോറിയലിന്റെ ഓർമ്മയ്ക്കായിട്ട് അവരുടെ കുടുംബാംഗങ്ങളായ അറയ്ക്കൽ ജോസഫും മകൻ ജോണി ജോസഫുമാണ് നമുക്ക് വേണ്ടി ഇന്നത്തെ ഈ മാതാവിന്റെ ജന്മദിനക്കേക്കും ഭക്ഷണവും നമുക്ക് വേണ്ടി സ്പോൺസർ ചെയ്തിരിക്കുന്നത്. ഏവരെയും ഈ ചടങ്ങിലേക്ക് ആദ്യമായിട്ട് സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും പെരുന്നാളിൻ്റെ മംഗളങ്ങൾ പ്രാർത്ഥനാപൂർവ്വം നേരെയാണ്. സി എസ് സിക്കാർക്ക് പ്രത്യേക ഒരു അഭിനന്ദനങ്ങൾ. നമുക്ക് നല്ലൊരു കയ്യടി സി എസ് സിക്കാർക്ക് കൊടുക്കണ്ടേ? ഒന്ന് ഉഷാറായിട്ട് കൈയടിച്ചോ. പിന്നെ നമ്മുടെ വികാരിച്ചൻ്റെ നന്നായിട്ട് പോസ്റ്റർ ചെയ്ത് നന്നായിട്ട് എൻകറേജ് ചെയ്ത് വികാരിച്ചൻ. പിന്നെ നമ്മുടെ ഓസ്റ്റിനച്ചൻ, വെൽപ്പിനച്ചൻ, ആൻ്റണിച്ചൻ, നമ്മുടെ കൊച്ചന്മാർ, കൈക്കാരന്മാർ എല്ലാവരും നന്നായിട്ട് ഈ ചികിത്സിക്കാരുടെ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു. അവർക്ക് നല്ലൊരു കയ്യടി കൊടുത്തേ. പിന്നെ നമ്മുടെ ഇന്നത്തെ എല്ലാ കാര്യങ്ങളും സ്പോൺസർ ചെയ്തിരിക്കുന്ന നമ്മുടെ ജോമിയുടെ അപ്പച്ചൻ ജോസഫേട്ടൻ, പിന്നെ അമ്മച്ചിയുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ്. അവർക്ക് നല്ലൊരു കയ്യടി കൊടുക്കണ്ടേ? അവർക്ക് പ്രത്യേകം നന്ദി പറയുകയാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ നിങ്ങളെല്ലാവരുടെയും അനുമതിയോടുകൂടെ ഈ കേക്ക് മുറിക്കട്ടെ. അതുപോലെ തന്നെ ഇന്ന് മറ്റെന്തെങ്കിലും ബർത്ത്ഡേ ആഘോഷിക്കുന്നവരുണ്ടാവും, വിവാഹത്തിൻ്റെ ജൂബിലി ആഘോഷിക്കുന്നവരുണ്ടാവും. അവർക്ക് എല്ലാവർക്കും ഞാൻ ആശംസകൾ നേരെയാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്റ്റേജിന്റെ സ്റ്റെപ്പിലിരിക്കുന്നവരൊന്നും മാറിയിരിക്കുക. ഇപ്പോൾ സ്റ്റേജിലൊരു മാർഗംകളിയുണ്ട്. നമ്മുടെ 13-ാം തീയതി നടക്കുന്ന മാർഗംകളിയുടെ മുന്നോടിയായിട്ട് CSC അംഗങ്ങൾ നടത്തുന്ന ചെറിയൊരു മാർഗംകളിയാണ്. എല്ലാവരും മാർഗംകളി കാണുന്നതിനായിട്ട് ഏറ്റവും സ്റ്റേജിലൂടെ സ്റ്റേജിന്റെ ഫ്രണ്ടിലേക്ക്
ആദ്യമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. ഉടനെ തന്നെ CNC അംഗങ്ങളുടെ മാർഗങ്ങളിൽ ഇവിടെ സ്റ്റേജിൽ ആരംഭിക്കും.
ഇന്ന് മാതാവിന്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ സെന്റ് തോമസ് കത്തീഡ്രൽ ഇടവകയിലെ മാലാഖ കൂട്ടത്തിലെ കുഞ്ഞുമക്കൾ സമർപ്പിക്കുന്ന സ്നേഹാർപ്പണം കാർമൻ മാരിയെ. പുഷ്പമാണ് പരിശുദ്ധ അമ്മ വിശുദ്ധ
സമ്മാനം. സ്വർഗം കാണിറങ്ങി മാതാവിൻ മടിയിലുറങ്ങി വാനിലെ താരകൾ വിസ്മയമോടതു നോക്കി. വാനിലെ താരകൾ വിസ്മയമോടതു നോക്കി. സ്വർഗം കാണിറങ്ങി മാതാവിൻ മടിയിലുറങ്ങി വാനിലെ താരകൾ വിസ്മയമോടതു നോക്കി. വാനിലെ താരകൾ വിസ്മയമോടതു KL 45B 2491 KL 45B 2491 എത്രയും പെട്ടെന്ന് അത് പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്തുനിന്ന് മാറ്റി പാർക്ക് ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അടുത്തതായി സെന്റ് Thank you.
നേതൃത്വത്തിലും മാലാഖക്കൂട്ടത്തിൻ്റെ ആനിമേറ്റേഴ്സിൻ്റെ പ്രത്യേക പരിശീലന കളരിയിൽ പങ്കുചേർന്ന് ഏറ്റവും കുഞ്ഞുങ്ങളായിട്ടുള്ള നമ്മുടെ മക്കൾ ഇവിടെ നടത്തിയ പരിശുദ്ധ അമ്മയോടുള്ള വലിയ ആദരവ് പ്രകടിപ്പിച്ചുകൊണ്ട് നടത്തിയ ഡാൻസ് അതിമനോഹരമായിരുന്നു. കുഞ്ഞുങ്ങളായിരുന്നു ഞാനത് നോക്കുന്നതിൻ്റെ നിഷ്കളങ്കത കൃത്യമായിട്ട് അനുഭവപ്പെട്ടു. ആദ്യം നമുക്ക് ഈ കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും ഇതിൽ പങ്കെടുത്ത എല്ലാ കുഞ്ഞുങ്ങൾക്കും നല്ല ഒരു കയ്യടി കൊടുത്തുകൊണ്ട് അവരെ ഒന്ന് അഭിനന്ദിച്ച് നല്ല കയ്യടികൾ നൽകി. അതോടൊപ്പം തന്നെ അതിൻ്റെ ആനിമേറ്റേഴ്സ് അവരും ഒരുപാട് ദിവസം പണിയെടുത്തിട്ടായിരിക്കും കുഞ്ഞുങ്ങൾ ഇതേപോലെ ക്രമപ്പെടുത്തിയെടുക്കാനായിട്ട് അവർ കാണിച്ച ആ വലിയ മനസ്സിന് അവർക്ക് നല്ല കൊടുത്തുകൊണ്ട് അവരെ നമുക്ക് പ്രോത്സാഹിപ്പിക്കാം. കൊടുക്കുക കയ്യടി എന്താ കയ്യടിക്കാനായിട്ടൊരു മനുഷ്യ ഒരു കയ്യിൽ ഭക്ഷണമായിരുന്നു അല്ലേ? വെരി ഗുഡ്. പിന്നെ ഈ പരിപാടികളെല്ലാം തന്നെ ആസൂത്രണം ചെയ്ത നമ്മുടെ മാലാഖക്കൂട്ടം ഡയറക്ടർ അച്ഛൻ ആന്റണി നോളത്തിന് നല്ലൊരു പേര് കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിനെയും പ്രോത്സാഹിപ്പിക്കും. ഇപ്പോൾ ഓരോ മേഖലയിലെയും പേരുകൾ വിളിക്കുന്നതാണ്. ഓരോ മേഖലയിൽ എല്ലാവരും പങ്കെടുത്ത എല്ലാവരും ഒരുമിച്ച് കയറുന്നതിൻ്റെ സമ്മാനം വാങ്ങിക്കുക. തുടർന്ന് നമുക്ക് ഏറ്റവും അവസാനം ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാനുണ്ട്. അതുകൊണ്ട് സമ്മാനം വാങ്ങിച്ച് സൈഡിലേക്ക് മാറിക്കും. ആദ്യമായി സെന്റ് ജോസഫ് മേഖല. കുട്ടികളോടൊപ്പം മേഖല കോർഡിനേറ്ററും കൂടി കത്തീഡ്രൽ മേഖല. മേഖല. ലിസ്യു മേഖല. ലിറ്റിൽ ഫ്ലവർ മേഖല. ഹോസ്റ്റലത്തിനെയും തൽപ്പനത്തിനെയും കൂടി സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു.
സെന്റ് വിൻസെന്റ് മേഖല. ഗാന്ധിഗ്രാം മേഖല. നമ്മുടെ കുട്ടികൾക്ക് നല്ലൊരു കൈയടി കൈപ്പിടിയായിട്ട് കൊടുക്കുക. നമ്മുടെ ഈ ദിവസങ്ങളിൽ 8 ദിവസവും ഒരു സ്റ്റാറ്റസ് വീഡിയോ പോലെ ഇത് സെറ്റ് ചെയ്യാൻ സഹായിച്ചത് നമ്മുടെ മീഡിയ ടീമിലെ 4 പ്രിയപ്പെട്ട യുവജനങ്ങളാണ്. പ്രത്യേകിച്ച് അവരെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. വീഡിയോ എടുക്കാൻ സഹായിച്ച ആഷ്ലി, അതുപോലെ അതിന് എഡിറ്റ് ചെയ്യാൻ സഹായിച്ച ഷെബി, സൈമൺ, അതുപോലെ നമ്മളുടെ സാമു. ഈ 4 പേരെയും സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. 4 പേരെയാണ് ഷെബി, ആഷ്ലി, സൈമൺ, സാമു. ഈ 4 പേരെയും സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. ഗ്രൂപ്പ്